ഇന്ത്യക്ക് നൽകുന്ന സഹായം അമേരിക്ക റദ്ദാക്കി. സാമ്പത്തിക സഹായം നൽകിയിരുന്നതിനെ ചോദ്യം ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു. തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനെന്ന പേരിൽ 160 കോടി രൂപയാണ് അമേരിക്ക ഇന്ത്യക്ക് നൽകിക്കൊണ്ടിരുന്നത്. ഈ സഹായമാണ് ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ട്രംപ് ദിവസങ്ങൾക്ക് മുമ്പാണ് കൂടിക്കാഴ്ച നടത്തിയത്. പിന്നാലെയാണ് സാമ്പത്തിക സഹായം റദ്ദാക്കിയത്. ഒരു തരത്തിൽ ഇന്ത്യയെ സാമ്പത്തിക ശക്തിയായി അംഗീകരിച്ചാണ് നടപടി. സർക്കാരിന്റെ ചെലവ് കുറയ്ക്കൽ വിഭാഗമായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അഥവാ ഡോജ് ആണ് ഇന്ത്യക്കുള്ള ധനസഹായം നിർത്തലാക്കാനുള്ള നിർദ്ദേശം സർക്കാരിന് നൽകിയത്. സാമ്പത്തിക വളർച്ചയ്ക്കുള്ള ഉയർന്ന നികുതി ചുമത്തുന്ന ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യത്തിന് അമേരിക്കയുടെ സാമ്പത്തിക സഹായത്തിന്റെ ആവശ്യമില്ലെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടു. എന്തിനാണ് നമ്മൾ ഇന്ത്യക്ക് പണം കൊടുക്കുന്നത്? അവരുടെ കൈവശം ധാരാളം പണമുണ്ട്. നമ്മളെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ നികുതി ചുമത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഉയർന്ന നികുതി മൂലം അമേരിക്കയ്ക്ക് ഇന്ത്യൻ വിപണിയിൽ വളരെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഇന്ത്യയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും തനിക്ക് ബഹുമാനമുണ്ട്. പക്ഷേ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ $21 മില്യൺ എന്തിനു കൊടുക്കണം? ട്രംപ് ചോദിച്ചു. ഇന്ത്യക്കുള്ള ധനസഹായം നിർത്തലാക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവയ്ക്കുന്ന സമയത്ത് ട്രംപ് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. US സർക്കാരിന്റെ ചെലവ് ചുരുക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയതായി രൂപവൽക്കരിച്ച വിഭാഗമാണ് ഡോജ്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സേവ് അമേരിക്ക പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് പുത്തൻ വിഭാഗവുമായി ട്രംപ് രംഗത്തിറങ്ങിയത്. ആദ്യം ആണവായുധം നിർമ്മിക്കുന്നതിനായി രൂപവൽക്കരിച്ച മൻഹാട്ടൻ പ്രൊജക്റ്റുമായാണ് അദ്ദേഹം ഡോജിനെ ഉപമിച്ചത്. പ്രധാന ലക്ഷ്യം സർക്കാരിന്റെ ചെലവ് ചുരുക്കലാണെങ്കിലും ചുവപ്പ് നാട ഇല്ലാതാവുക, നിയന്ത്രണങ്ങളുടെ കടുപ്പം കുറയ്ക്കുക, സർക്കാർ ഏജൻസികളെ പുതുക്കി പണിയുക എന്നീ ദൗത്യങ്ങളും ഡോജ് നിർവഹിക്കും. ഫെബ്രുവരി 16-നാണ് ഇലോൺ മസ്ക് നേതൃത്വം നൽകുന്ന ഡോജ് ഇന്ത്യക്ക് നൽകുന്ന സാമ്പത്തിക സഹായം നിർത്തലാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. അമേരിക്കൻ പൗരന്മാരുടെ നികുതി പണം ഇത്തരം കാര്യങ്ങൾക്ക് ചെലവഴിക്കാനുള്ളതല്ല എന്ന് വ്യക്തമാക്കിയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വിവിധ പേരിൽ നൽകിയിരുന്ന സാമ്പത്തിക സഹായം ഡോജ് നിർത്തലാക്കാൻ തീരുമാനിച്ചത്. തങ്ങളടയ്ക്കുന്ന നികുതി പണം പുറം നാടുകളിലേക്ക് പോകുന്നതിൽ അമേരിക്കയിൽ വലിയൊരു ഭൂരിപക്ഷത്തിന് എതിർപ്പുകളുണ്ടായിരുന്നു. ഇത്തരം തുക കൃത്യമായല്ല വിനിയോഗിക്കുന്നതെന്ന് പരാതിയുണ്ടായിരുന്നു. വോട്ടെടുപ്പിൽ ജനങ്ങളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഇന്ത്യക്ക് നൽകിയിരുന്ന $21 മില്യൺ സഹായം നിർത്തലാക്കിയതായി ഡോജ് അറിയിച്ചിരുന്നു. മസ്ക് നേതൃത്വം നൽകുന്ന ഡോജിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് വഴിയാണ് തീരുമാനം പുറത്തുവിട്ടത്. US-ലെ നികുതിദായകരുടെ പണം താഴെ പറയുന്ന ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചിരുന്നു, എന്നാൽ ഇവയെല്ലാം റദ്ദാക്കിയിരിക്കുകയാണ് എന്നൊരു തലക്കെട്ടോടെയാണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് പുറമെ നേപ്പാൾ, കംബോഡിയ, സെർബിയ, ദക്ഷിണാഫ്രിക്ക, ലൈബീരിയ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾക്കുള്ള സഹായവും നിർത്തലാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ശക്തമാക്കുന്നതിനടക്കം കൺസോർഷ്യത്തിൽ നിന്ന് വകയിരുത്തിയ $486 മില്യൺ ഭാഗമായി ഇന്ത്യക്ക് നൽകിയിരുന്ന $21 മില്യൺ സഹായം റദ്ദാക്കുന്നുവെന്നാണ് ഡോജ് പറയുന്നത്. സർക്കാരിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും അമേരിക്കയുടെ നികുതി പണം വിദേശ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കില്ലെന്ന് ഉറപ്പാക്കുന്നതിന്റെയും ഭാഗമാണ് നടപടിയെന്ന് പോസ്റ്റിലുണ്ട്. US സന്ദർശനത്തിന്റെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയ ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ നടപടിയെന്നതും ശ്രദ്ധേയമാണ്. ഇലോൺ മസ്കുമായി മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം റദ്ദാക്കിയ ഫണ്ടിനെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ബാഹ്യ ഇടപെടൽ എന്നാണ് BJPയുടെ സാമൂഹിക മാധ്യമ വിഭാഗം ചുമതലയുള്ള അമിത് മാളവ്യ വിമർശിച്ചത്. വോട്ട് ചെയ്യാൻ ഇന്ത്യയിലെ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ $21 മില്യൺ. ഇത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ബാഹ്യ ഇടപെടലാണ്. ആരാണ് ഇതിൽ നിന്ന് നേട്ടം കൊയ്യുന്നത്? അത് ഭരിക്കുന്ന പാർട്ടിയല്ല എന്ന ഉറപ്പാണ് അദ്ദേഹം എക്സിൽ കുറിച്ചു.